അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും അസാധ്യ രുചിയുള്ളൊരു കറിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്താലും മതി കേട്ടോ. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2-3 ഏലക്കായും, ഒരു 3 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ടയും, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കുറച്ചിട്ടേക്കണേ, ഇത് കരിഞ്ഞു പോവാണ്ട്. ഏകദേശം ഒരു 10-30 സെക്കൻഡ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു റോസ് സ്മെല്ല് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു 5 സവോളയാണ് എടുത്തിട്ടുള്ളത്. 4 വലുതാണെങ്കിൽ ഒരു 4 എടുത്താൽ മതി കേട്ടോ. നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറിൽ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ അങ്ങനെ ആവേണ്ട കാര്യമില്ല. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കരുത് കേട്ടോ. നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് സമയം തീ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് സമയം തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. കൂടെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഏകദേശം ഒരു 2 മിനിറ്റ് സമയം നമുക്ക് തീ കൂട്ടിയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. അപ്പം ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചിക്കനിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ചിക്കനൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു ചിക്കൻ അധികം ഗ്രേവി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം. അങ്ങനെയുള്ളൊരു ഇതൊരു റോസ്റ്റ് പോലെയാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വെന്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി തുറന്ന് ഇളക്കി ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. മൊത്തം നമ്മളിത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നിന്ന് ഇച്ചിരി ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എങ്കിലും ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് ഇത്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ തീ ഓഫാക്കി കഴിയുമ്പോൾ അതങ്ങ് കുറുകി വരും കേട്ടോ. ഇങ്ങനെ ഗ്രേവിയൊന്നും അധികം ഇതിലുണ്ടാവില്ല. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2 കറിവേപ്പിനെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീ അങ്ങ് ഓഫാക്കിയിടാം. ഇനി നമുക്കിതിൽ വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് അടച്ച് വെച്ചൊരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഈ ചിക്കൻ കറി സെർവ് ചെയ്യാനായിട്ട്. അപ്പോഴതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ടുണ്ടാവും. ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.
തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്